ഒരു നിവൃത്തിയുമില്ലാതെ അപമാനിതനായാണ് മണിപ്പൂർ മുഖ്യമന്ത്രി രാജിവെച്ചത് എന്ന് NK പ്രേമചന്ദ്രൻ MP മീഡിയ വണ്ണിനോട്. നിയമസഭയെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വന്നു. മുഖ്യമന്ത്രി ഒരു പക്ഷത്തിനൊപ്പം നിന്നുവെന്ന് ഗുരുതരമായ ആരോപണം ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാർ തന്റെ ഭരണ പരാജയത്തിന്റെ ഉദാഹരണമാണ് മണിപ്പൂർ. മുഖ്യമന്ത്രിയുടെ രാജി ആശ്വാസകരമെന്നും NK പ്രേമചന്ദ്രൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഇന്നലെ നാടകീയമായിട്ടാണ് രാജിവെച്ചത്. എന്നോടൊപ്പം NK പ്രേമചന്ദ്രൻ MP ആണുള്ളത്. ഇന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയുന്നത്. എങ്ങനെ കാണുന്നതിന്? വളരെ നേരത്തെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. വൈകി സഭയെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രാജിവെച്ചത്. ഇപ്പോൾ അദ്ദേഹം രാജിവെക്കാനിടയായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ആ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ BJPയുടെ നിയമസഭാംഗങ്ങൾ പോലും അദ്ദേഹത്തിനെതിരായ നിലപാട് ചർച്ചയിൽ സ്വീകരിക്കുമെന്ന് ഉറപ്പു വന്നപ്പോഴാണ്, ഗത്യന്തരമില്ലാതെയാണ്, ഒരു നിവൃത്തിയുമില്ലാതെയാണ് സത്യത്തിൽ അപമാനിതനായി അദ്ദേഹം രാജിവെക്കുന്നത്. മണിപ്പൂർ സംഘർഷം ആളിക്കത്തിക്കുന്നതിലും അത് സംഘർഷഭരിതമാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിലും വലിയ പങ്കാണ് ഈ മുഖ്യമന്ത്രി നിർവഹിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരിക്കലും നടക്കാതിരിക്കുന്നതിനേക്കാൾ വൈകിയാണെങ്കിലും നടക്കുന്നത് നല്ലത്. ആ നിലയിൽ ആ രാജി ആശ്വാസകരമാണ്. രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിപ്പോൾ BJP ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് വിധേയമായിട്ടാണ്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനാധിപത്യ ഭരണമാണെങ്കിലും ഏത് ഭരണമാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ നിർണായകമായ പങ്കുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണപരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മണിപ്പൂർ സംസ്ഥാനം. ബീരേൻ സിംഗ് മുഖ്യമന്ത്രിയെ ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിനെതിരായി ഉന്നയിക്കുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്രയും സംഘർഷഭരിതമായിട്ടുള്ള പശ്ചാത്തലം ഉണ്ടായിട്ട് പോലും ആ സംസ്ഥാനമൊന്ന് സന്ദർശിക്കാൻ പോലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ മണിപ്പൂർ പ്രശ്നം പരിഹരിക്കണമെന്ന് ആത്മാർത്ഥമായി ഗവൺമെൻറ്റിന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ കലാപത്തിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അജണ്ട ഉണ്ടോ എന്ന സംശയം പോലും ന്യായമായും ജനങ്ങൾക്കുണ്ട്. ആ വംശീയ കലാപം എന്ന് ഗവൺമെൻറ് വിശേഷിപ്പിക്കുന്ന സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം. പ്രധാനമന്ത്രി മണിപ്പൂർ സംസ്ഥാനം സന്ദർശിക്കണം. യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ബീരേൻ സിംഗിന്റെ രാജിയോടുകൂടി അവിടെ ഒരു സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഒന്നുമില്ലെങ്കിലും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഭരണകർത്താവ് തികച്ചും പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാറ്റം അവിടുത്തെ ജനതയിൽ വലിയ ആശ്വാസമുണ്ടാക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സമാധാനം പുനഃസ്ഥാപിക്കാനും സംഘർഷം അവസാനിപ്പിക്കാനുമുള്ള ഒരു ഭൗതിക പശ്ചാത്തലം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ രാജി സഹായകരമാകും. ആ അനുകൂലമായ സാഹചര്യത്തെ പോസിറ്റീവായി കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്താൽ തീർച്ചയായും അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നടപടി ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രത്യാശിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കണമെന്നും അതോടൊപ്പം തന്നെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്രം സ്വീകരിക്കണമെന്നുമാണ് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുൽ CS-നൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ വൺ, ഡൽഹി.